മാർവലിൽ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ലീക്കുകൾ മാത്രമാണ്. അതൊന്നും പോരാ, ദേവന്മാർ ടി വി സ്പോട്ട് ഇടുക എന്നുള്ള പേരിൽ ഫാന്റാസ്റ്റിക് ഫോറിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ടി വി സ്പോട്ടിൽ. അതായത് ഈ ഒരു ചെറുക്കനെ ചുറ്റിപ്പറ്റിയാണ് മൊത്തം ഈ പടത്തിൻ്റെ കഥ തന്നെ പോകാൻ വേണ്ടി പോകുന്നത്. അതായത് ഗലാക്ടസ് ആണെങ്കിലും ഡൂം ആണെങ്കിലും ഒക്കെ ഈ ഒരു കുരുട്ടിനെ തപ്പിയിട്ടാണ് വരുന്നത്. അവനെ തന്നെ ഓൾറെഡി ഉണ്ടെന്ന് ലീക്കും ഫസ്റ്റ് ലുക്കൊക്കെ ഫംഗോ പോപ്സ് വഴിയൊക്കെ ലീക്കായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എന്തിനാടാ അങ്ങനെയൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് ലീക്കൊക്കെ അറിയുന്നത്, ഞങ്ങൾ തന്നെ ലീക്ക് ചെയ്തരാന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ മാർവൽ ടി വി സ്പോട്ടിൽ കൂടെ അത് അറിയിച്ചു കഴിഞ്ഞു. ഇതൊന്നും പോരായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള മെക്സിക്കോയിലായിരുന്ന ഒരു കോമിക്കോൺ ഇവൻറ്റിൽ ഈ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ഒരുപാട് ഫുട്ടേജസ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് നമ്മൾ ട്രെയിലറിലും ഇപ്പോൾ കണ്ടിട്ടുള്ള അതുപോലത്തുള്ള ഫുട്ടേജസ് ഒന്നുമല്ല, ഇതുവരെ പടത്തിലും ടി വി സ്പോട്ടിലൊന്നും കാണിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഫുട്ടേജസ്. അതിൻ്റെ ആ വീഡിയോ ഇതുവരെ ലീക്കായിട്ടില്ല. പക്ഷേ ആ ഫുട്ടേജ് കണ്ടിട്ടുള്ള ഓഡിയൻസ് ഒക്കെ ഒരുപാട് റിപ്പോർട്ട്സ് ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ഒരു ആക്ച്വൽ ഫുട്ടേജ് കാരണം തന്നെ മൊത്തം മാർവലിൻ്റെ മൾട്ടിവേഴ്സ് കൺസെപ്റ്റ് തന്നെ ഒന്ന് മാറാൻ വേണ്ടി പോവാണ്. കാരണം ഈ ഒരു സീക്വൻസ് ആണ് അടുത്ത മൾട്ടിവേഴ്സുകളൊക്കെ എങ്ങനെ നമുക്ക് കണക്ട് ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഹെവി സ്പോയിലറാണ്. ഇതൊന്നും വേണ്ട, പടം കണ്ടിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞോളാമെന്ന് വിചാരിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പോയിലർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മാർവൽ ഒഫീഷ്യലി തന്നെ ഇത് അവിടുത്തെ ഓഡിയൻസിനിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒട്ടും വൈകാതെ തന്നെ ടി വി സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് നമുക്കും ചിലപ്പോൾ ഇട്ട് കാണിച്ചേക്കാം. നമുക്ക് യൂട്യൂബിൽ തന്നെ ചിലപ്പോൾ കാണാനും പറ്റും. സോ എന്നാലും ഇതൊന്നും കാണാൻ താല്പര്യമില്ല, ട്രെയിലർ പോലും കാണാതെ പടം കാണാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി ആ സ്പോയിലർ അലേർട്ട് പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. മെക്സിക്കോയിൽ നടന്ന CCXPയിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മൊത്തം കാസ്റ്റുമായിട്ട് തന്നെ ആ സ്റ്റേജിൽ കയറിയ നമ്മുടെ കെവിൻ ഫെയ്ഗി അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിന് ആ ഫാന്റാസ്റ്റിക് ഫോർ പടത്തിൽ തന്നെ കുറച്ച് ഒഫീഷ്യൽ ക്ലിപ്സ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഹൈലി സെക്യൂർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒന്നും ലീക്സ് വീഡിയോ ഫുട്ടേജസും ഫോട്ടോസ് ഒന്നും ലീക്ക് ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ അത് കണ്ടിട്ടുള്ള ഒരുപാട് ഫാൻസൊക്കെ ഇതൊക്കെ ട്വിറ്ററിലൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി അവർ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ അവർക്ക് കാണിച്ചിരിക്കുന്ന ആ ഫുട്ടേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ അവരുടെ സ്പേസ്ഷിപ്പിലാണുള്ളത്. നമ്മുടെ സൂസൻ സ്റ്റോം ഫ്രാങ്ക്ലിൻ ജനിച്ചിട്ടില്ല, ഫ്രാങ്ക്ലിൻ ജനിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ പിന്നാലെ അവരെ തുരത്തിക്കൊണ്ട് വരുന്നുണ്ട് ഒരാൾ, വേറെ ആര്? ഓഫ്കോഴ്സ് നമ്മുടെ സിൽവർ സർഫർ തന്നെ. അങ്ങനെ നമ്മുടെ തെങ്ങ് എങ്ങനെയൊക്കെ ഷിപ്പ് വളച്ച് പാഞ്ഞു ഓട്ടിയാലും നമ്മുടെ സിൽവർ സർഫറിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ ഷിപ്പ് ഒരു സ്പേസിൽ തന്നെ ഒരു ഹൈപ്പർ സ്പേസിലേക്ക് പോവാണ്. ഈ ഓഡിയൻസിൻ്റെ ഒക്കെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ഇവിടെയൊക്കെ കാണിച്ചിരിക്കുന്ന CGI വേറെ ലെവലാണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഘട്ടത്തിൽ നമ്മുടെ റീഡ് റിച്ചർഡ്സ് പുള്ളിയുടെ സ്ട്രെച്ചിങ് പവർ സിൽവർ സർഫറിന് നേരെ യൂസ് ചെയ്യാണ്. അപ്പോൾ തന്നെ എൻ്റെ മരുമനെയാണ് അവിടെ ഈ തുടർന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാനൺ ഗൺ എടുത്തിട്ട് നമ്മുടെ സിൽവർ സർഫറിനെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. അതേ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സൂസൻ സ്റ്റോമിന് പ്രസവവേദന വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ പുഷ് ചെയ്തിട്ട് വരുന്നില്ല കുരുട്ടങ്ങട്. അതേ ടൈമിൽ തന്നെ നമ്മുടെ ബെന്ന് ആ സ്പേസ്ഷിപ്പ് എങ്ങനെയൊക്കെ ഓടിക്കാവോ അങ്ങനെയൊക്കെ ഓടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ റീഡ് വിടറാ വണ്ടി ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറയുന്നത്. ഓഫ്കോഴ്സ് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ പോയി എന്താ നടക്കാമെന്ന് പോലും നമ്മുടെ ബെന്നിന് അറിയില്ല. ഓഫ്കോഴ്സ് അങ്ങനെ ഒരു ആശ്ചര്യത്തിൽ പുള്ളി ഉള്ളതുപോലെ തന്നെ നിൽക്കുമ്പോൾ തന്നെ റീഡ് പറയുന്ന കേൾക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ രഥം അവർ ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഇതോടെ ആ ക്ലിപ്പ് എൻഡ് ആവുന്നതാണ് ഓഡിയൻസൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ ഓൾറെഡി ഈ പടത്തിലുണ്ടെന്നൊക്കെ ഇപ്പം നമുക്ക് ടി വി സ്പോട്ട് മൂലം തന്നെ ഓൾറെഡി കൺഫേംഡ് ആയി കഴിഞ്ഞു. പക്ഷേ ആ പയ്യൻ ഈ പടത്തിൽ ജനിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അവൻ എങ്ങനെ ജനിക്കുന്നു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ക്ലിപ്പ്, ഇപ്പോൾ കാണിച്ചിരുന്ന ക്ലിപ്പ് തന്നെ. മാത്രമല്ല ഇത് കണ്ടിരിക്കുന്ന ഓഡിയൻസൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ CGIs ഒക്കെ വേറെ ലെവലാണെന്ന്. അതിനുള്ള കുറച്ച് ഹിൻസ് ആ ട്രെയിലറിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ആ ട്രെയിലറിൽ ഒട്ടുമിക്ക ഷോട്ട്സും ഫേക്ക് ഷോട്ട്സാണ്. അതായത് നമ്മൾ ഇൻഫിനിറ്റി വാറിലും എൻഡ് ഗെയിമിൻ്റെ ഒക്കെ ട്രെയിലറിൽ കുറച്ച് ഫേക്ക് ഷോട്ട്സ് കണ്ടിട്ടുണ്ടാവും. ട്രെയിലറിന് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ, പക്ഷെ പടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതേപോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ സൂസൻ സ്റ്റോം. ഓൾറെഡി ആ പടത്തിൽ സൂസൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷെ ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ വയറ് ആ ട്രെയിലറിൽ എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഫ്രാങ്ക്ലിൻ ആ പടത്തിൽ ജനിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CGI യൂസ് ചെയ്തിട്ട് അവരത് മറച്ചതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവസാനം അവന്മാർ തന്നെ അതിട്ട് കാണിക്കുകയും ചെയ്തു. എന്തിൻ്റെ കേടാണോ? പക്ഷേ ആ CGIനേക്കാളൊക്കെ ഉപരി ഇപ്പം നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ റീഡ് ബെന്നിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ്. അതായത് ആ സ്പേസ്ഷിപ്പ് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്തിനാണ് നമ്മുടെ റീഡ് ആ ബെന്നിൻ്റെ അടുത്ത് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞതിന് കാരണം തന്നെ നമ്മൾ റീഡിന് ഓൾറെഡി അറിയാം ബ്ലാക്ക് ഹോളാണ് മൾട്ടിവേഴ്സൽ ട്രാവൽ ചെയ്യാനുള്ള കീ തന്നെ. അതായത് മൾട്ടിവേഴ്സൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാജിക്കും വേണ്ട, ഒരു ബ്രിഡ്ജും വേണ്ട, ഒരു കോപ്പും വേണ്ട. അത് നമുക്ക് തിയററ്റിക്കലി തന്നെ പോസിബിൾ ആക്കാമെന്നാണ് പുള്ളി അവിടെ പ്രൂവ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു യൂണിവേഴ്സിൽ എത്താമെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു തിയറി. അത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്തായാലും സിൽവർ സർഫർ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവളുടെ നിന്ന് രക്ഷിക്കാനും വേറൊരു സ്ഥലത്തേക്ക് പോകാനും വേണ്ടിയിട്ടായിരിക്കണം അവരങ്ങനെ ചെയ്യുന്നത്. സോ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ മൾട്ടിവേഴ്സൽ ട്രാവൽ ചെയ്യുന്നതൊക്കെ നമ്മുടെ മാർവൽ ഫാൻസിന് ഒരു പുതിയ കൺസെപ്റ്റ് ആണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി അല്ല.
ആക്ച്വലി ഈ ഒരു കാര്യം ലോക്കി സീസൺ 1 ഫൈനൽ എപ്പിസോഡിൽ തന്നെ ടീസ് ചെയ്തിട്ടുണ്ടാവും. അതായത് അതിൻ്റെ എൻഡിൽ ആ ക്യാമറ ആംഗിൾ ടൈം ആൻഡ് സ്പേസിൻ്റെ ഒക്കെ പുറത്തോട്ടായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ക്യാമറ ആംഗിൾ മൊത്തം യൂണിവേഴ്സിൻ്റെ തന്നെ പുറത്ത് വന്നിട്ട് 2 ബ്ലാക്ക് ഹോൾ കാണിക്കുന്നുണ്ടാവും. എന്നിട്ട് അവിടുന്ന് അടുത്ത ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടായിരിക്കും ടൈം ബ്രാഞ്ച് ഒക്കെ പിരിഞ്ഞ് ടൈം ആൻഡ് സ്പേസിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു സീനിൽ തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലാണ് ഒരു യൂണിവേഴ്സ് തന്നെ ഉള്ളതെന്ന്. അതായത് ഒരു ബ്ലാക്ക് ഹോൾ വിട്ട് വേറൊരു ബ്ലാക്ക് ഹോളിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറൊരു യൂണിവേഴ്സിലേക്ക് തന്നെ പോകാൻ പറ്റുന്നു. ഇത് മാത്രമല്ല മാർവൽസ് പടത്തിൽ അവിടെ ഒരു റിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ മൾട്ടിവേഴ്സൽ റിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ മോണിക്ക റാംബോ പറയുന്നുണ്ട് മൾട്ടിവേഴ്സിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ള തന്നെ ആ ഒരു തിയറിയാണ്. ഇപ്പോൾ 2 റിയാലിറ്റിയുടെ ഇടയ്ക്ക് ഒരു റിഫ്റ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. അതായത് ഒരു സിംഗുലാരിറ്റി വന്നിരിക്കുകയാണെന്ന് പറയാണ്. അതായത് ആ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹോൾ ആയിരിക്കാമെന്നും വരാമല്ലോ. കാരണം അത് ഓപ്പൺ ആവുന്ന സീൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഓപ്പൺ ആവുന്നത് തന്നെ. ഇതൊന്നും മാത്രമല്ലാതെ ആ ട്രെയിലറിൽ തന്നെ നമ്മുടെ റീഡ് ഒരു ബോർഡിൽ എന്തൊക്കെയോ എഴുതുക്കുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ മൾട്ടിവേഴ്സൽ ബ്രിഡ്ജ് പുള്ളി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അല്ല പുള്ളി ബ്ലാക്ക് ഹോളിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ കൂടിയും ചിലപ്പോൾ യൂണിവേഴ്സൽ ട്രാവൽ നടത്താൻ പറ്റുമെന്ന്. കാരണം ചെറുതായിട്ട് നമ്മുടെ മാർവൽ ഇപ്പോൾ റിയൽ വേൾഡിലുള്ള ഒരു തിയറിയും കൂടി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. കാരണം നമ്മുടെ റിയൽ വേൾഡിൽ തന്നെ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ വേറൊരു യൂണിവേഴ്സ് തന്നെ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കൂടുതൽ ആഴ്ന്നങ്ങ് ചെല്ലാൻ പോകുന്നില്ല, കാരണം എനിക്ക് തന്നെ ഭ്രാന്താവും. അതുപോലെ തന്നെയുള്ള വേറൊരു നമ്മുടെ വേൾഡിലുള്ള ഒരു തിയറി തന്നെയാണ്. അതായത് നമ്മുടെ വേൾഡ് നമ്മളിപ്പോൾ ഉള്ള ഒരു യൂണിവേഴ്സ് തന്നെ ഒരു പക്ഷേ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവാന്ന്. ആ ഒരു കാര്യമാണ് ഇപ്പം ഡയറക്റ്റായിട്ട് തന്നെ മാർവൽ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാർവലിൽ ഒഫീഷ്യലി മൾട്ടിവേഴ്സൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികൾ മാത്രമേ ഉള്ളൂ. അതായത് ഒന്ന് ഡ്രീം വാക്കിംഗ്, പിന്നെ ഒന്ന് നമ്മുടെ അമേരിക്ക ചാവേസ്, പിന്നെ നമ്മുടെ ആ സ്ലിംഗ് റിംഗ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വുൾവറിൽ കണ്ടിട്ടുള്ള പോലെ, പിന്നെ നമ്മുടെ ലോക്കിയിൽ കണ്ടിട്ടുള്ള ടൈം പാഡ്. ഇതിൻ്റെയൊക്കെ ബേസ് ആ ബ്ലാക്ക് ഹോൾ ആണെന്നാണ് ഇപ്പം മാർവൽ പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നത്. അതായത് ടെക്നോളജിക്കലി യൂസ് ചെയ്യുന്ന ആ ലോക്കിയിൽ കണ്ടിട്ടുള്ള ടൈം പാഡൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ പവർ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് യൂസ് ചെയ്തിട്ടാണ് അവർ ടൈം ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ ചിലപ്പോൾ ടൈം ട്രാവലോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സൽ ട്രാവലോ ചെയ്യുന്നതെന്നൊക്കെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അവഞ്ചേഴ്സ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എന്തോ ഒരു ഹോൾ, ഒരു ബ്ലാക്ക് ഹോൾ അതേപോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും അവർ പോകുന്നത് തന്നെ. ചിലപ്പോൾ കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു ചോദ്യം വരും. അതായത് നീയലടാ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞത് CG ഒന്നും പോരാന്നൊക്കെ ഇതിന് മുമ്പ് ഇട്ട ടെസ്റ്റ് ഓഡിയൻസ് ഒക്കെ കണ്ട് അവർ ഇതിൻ്റെ CG ഒക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ആക്ച്വലി ആ ടെസ്റ്റ് ഓഡിയൻസിന് ഇട്ട് കാണിച്ചിട്ടുള്ളത് ഓൾമോസ്റ്റ് 35% CG അവർക്ക് കഴിയാത്ത പടമാണ്. അതായത് ആ പടത്തിൽ അവർ കാണാത്ത കാര്യങ്ങളും ഇനി റിവീൽ ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അവർ കാണുന്ന പോലെയല്ലോ നമ്മൾ കാണുന്നത്. അത് ജസ്റ്റ് ക്രിട്ടിക്കിൻ്റെ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ കാണുമ്പോൾ മാർവൽ ഓഡിയൻസിനുള്ള എല്ലാ സാധനവും ചിലപ്പോൾ പടത്തിലുണ്ടാവും. പിന്നെ നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ ഇവരുടെ റിവ്യൂ കേട്ടിട്ടൊന്നും പടത്തിന് പോകാതിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാവും. കാരണം ഇത് ഡയറക്റ്റായിട്ട് കണക്ട് ആവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡൂംസ്ഡേയിലേക്കാണ്. സോ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ടെങ്കിലും പോവാം, വെറുത്തായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കേട്ടതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.